Hi all, welcome to our new session. Today we are going to talk about one of the most beautiful chapters in your text, The Portrait of a Lady by Kushwant Singh. കുഷ്വന്ത് സിംഗ് എഴുതിയിട്ടുള്ള പോർട്രേറ്റ് ഓഫ് എ ലേഡി ഇറ്റ്സ് എ മെമ്മോയർ. ഒരു മെമ്മോയർ ആണിത്. മെമ്മോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് വൺ ഇറ്റ്സ് എ നറേറ്റീവ് റൈറ്റിംഗ് ബേസ്ഡ് ഓൺ ദി ഓതേഴ്സ് പേഴ്സണൽ മെമ്മറീസ്. കഥാകൃത്തിന്റെ അല്ലെങ്കിൽ രചയിതാവിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന്, ഓർമ്മകളിൽ നിന്ന് അതിനെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിട്ടുള്ള കഥകൾ, അതിനാണ് നമ്മൾ മെമ്മോയർ എന്ന് പറയാം. പോർട്രേറ്റ് ഓഫ് എ ലേഡി ഇസ് എ മെമ്മോയർ. കുഷ്വന്ത് സിംഗിന്റെ ജീവിതത്തിന്റെ മണമുണ്ട്, ജീവിതഗന്ധിയായ കഥയെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളും ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു സമ്മറിയും, അതുപോലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ്, ഗ്രാൻഡ് മദർ എന്ന് പറയുന്ന ക്യാരക്ടർ സ്കെച്ച്, അതുപോലെ ഒരു ഒബ്ലീഷറി, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. സോ നിങ്ങൾക്കത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഹെൽപ്ഫുൾ ആവും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. സോ പോർട്രേറ്റ് ഓഫ് എ ലേഡി ചാപ്റ്റർ കേൾക്കാത്ത അല്ലെങ്കിൽ ചാപ്റ്റർ അറിയാത്ത ഒരാൾക്കും ഈ ഒരു ചാപ്റ്ററുമായിട്ട് കുറച്ച് ഫെമിലിയാരിറ്റി ഉണ്ടാവണം. സോ ഫോർ ദാറ്റ് നമ്മളൊരു ചെറിയ സമ്മറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്മറി റീഡ് ചെയ്യാം. The Portrait of a Lady by Kushwant Singh is a reflective account of the author's relationship with his grandmother, highlighting the deep bond they shared and the gradual changes that occurred over time. The narrative is divided into distinct phases, each illustrating the evolution of their relationship. ശരിക്കും പറഞ്ഞാല് the gist of the story, ഈ ഒരു സ്റ്റോറിയുടെ രത്ന ചുരുക്കം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നു. പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ കുഷ്വന്ത് സിംഗ് അവതരിപ്പിക്കുമ്പോൾ അതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിഫ്ലക്റ്റീവ് അക്കൗണ്ട് ഓഫ് ഓതേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് ഗ്രാൻഡ് മദർ. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദറുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ദ ഇന്റൻസിറ്റി ഓഫ് ദെയർ റിലേഷൻഷിപ്പ്, അതാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുക. ആൻഡ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ദ ഡീപ് ബോണ്ട് ദേ ഷെയർഡ് ആൻഡ് ദ ഗ്രാജുവൽ ചേഞ്ചസ്. വളരെ തിക്കായിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ട് തുടക്കത്തില്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് പറയുമ്പോൾ. പിന്നീട് പതുക്കെ ഗ്രാജുവലി ഇറ്റ് ചേഞ്ചസ്, ഗ്രാജുവൽ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഓവർ ടൈം. സമയം പോകുന്നതനുസരിച്ച് അല്ലെങ്കിൽ കാലഘട്ടം മാറുന്നതനുസരിച്ച് അവരുടെ ബോണ്ടിൽ ഉണ്ടാവുന്ന ചെറിയ ചേഞ്ചസിനെ കുറിച്ച് പറയുന്നു. ദ നറേറ്റീവ് ഈസ് ഡിവൈഡഡ് ഇൻടു ഡിസ്റ്റിങ് ഫേസസ്. ഈ ഒരു മെമ്മോയർ പല തരത്തിൽ നമുക്ക് എന്താ പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് ഇലിസ്ട്രേറ്റിംഗ് ദ എവല്യൂഷൻ ഓഫ് ദെയർ റിലേഷൻഷിപ്പ്. ഓരോ ഫേസും ചിത്രീകരിച്ച് നമ്മൾക്ക് തരുന്നത് അവരുടെ റിലേഷൻഷിപ്പിന്റെ എവല്യൂഷൻ ആണ്. ആ ഒരു കാലചക്രം കറങ്ങി തീരുമ്പോൾ എങ്ങനെയാണ് ഗ്രാൻഡ് മദറും ഗ്രാൻഡ് സണ്ണും കുഷ്വന്ത് സിംഗും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോവുക എന്നുള്ളതാണ്. സോ ഡയറക്റ്റ് നമ്മൾ സമ്മറിയിലേക്ക് പോവുകയാണ്. സമ്മറി ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റിങ്ക്ട് ഫേസസ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ ആ ഒരു ഫേസസിൽ കൂടെ തന്നെ കടന്നു പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. സോ ലൈഫ് ഇൻ ദി വില്ലേജ്, അതാണ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. ഈ മെമ്മോയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ കുഷ്വന്ത് സിംഗ് നമ്മളുടെ മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് പകർന്ന് തരുന്നത്. ഇൻ ഹിസ് ഏർലി ചൈൽഡ്ഹുഡ് ദ ഓതർ റിസൈഡഡ് ഇൻ എ വില്ലേജ് വിത്ത് ഹിസ് ഗ്രാൻഡ് മദർ വെൻ ഹിസ് പേരൻസ് വെയർ ഇൻ ദ സിറ്റി. തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, ചൈൽഡ്ഹുഡിൽ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദറിനൊപ്പം ചെലവഴിക്കുന്ന സമയങ്ങള്, ആ സമയമൊക്കെ പേരൻസ് സിറ്റിയിലായിരുന്നു. ഷീ വാസ് ഡീപ്ലി റിലീജിയസ്. ഇവര് വളരെ റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ട് വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. റിസൈറ്റിംഗ് പ്രേയേഴ്സ് ആൻഡ് ടെല്ലിംഗ് ദ ബീഡ്സ് ഓഫ് ഹർ റോസറി. ജപമാലയിൽ ഇങ്ങനെ ബീഡ്സ്, അതിന്റെ മുത്തുകൾ ഇങ്ങനെ എണ്ണി പ്രാർത്ഥിക്കുന്ന ഒരു ലേഡി കൂടിയായിരുന്നു. നമ്മുടെ റിലീജിയസ് ആണ് എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഷീ പ്ലേഡ് എ പിവോട്ടൽ റോൾ ഇൻ ഹിസ് അപ്ബ്രിംഗിങ്. കുഷ്വന്ത് സിംഗിന്റെ വളർച്ചയുടെ ഭാഗത്ത്, അപ്പൊ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ് അല്ലെ, കുട്ടികളുടെ ജീവിതത്തിന്റെ എല്ലാ അടിത്തറയും അവിടെയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഷീ പ്ലേഡ് എ പിവോട്ടൽ റോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിവോട്ടൽ മീൻസ് ഇമ്പോർട്ടന്റ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് തന്നെ അദ്ദേഹത്തിന്റെ വളർച്ചയുടെ കാര്യത്തിൽ ഗ്രാൻഡ് മദർ വഹിച്ചിട്ടുണ്ട്. waking him up and dressing him and accompanying him to school, which was attached to a temple. ഒരു അമ്പലത്തിനോട് ചേർന്നുള്ള സ്കൂളിലാണ്
കുഷൻ സിംഗ് വില്ലേജിൽ ആ ഒരു കൺട്രി സൈഡിൽ പഠിച്ചിരുന്നത്. അപ്പൊ അവിടേക്ക് ഗ്രാൻഡ് മദർ കൊണ്ടുപോകുന്ന ആ ഒരു അവനെ ഉണർത്തി ഡ്രസ് ചെയ്യിപ്പിച്ച് അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് പോലും ഗ്രാൻഡ് മദർ ആയിരുന്നു. While he attended classes, she would read scriptures in the temple. അദ്ദേഹം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുട്ടിയായിരിക്കുന്ന കുഷൻ സിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഗ്രാൻഡ് മദർ സ്ക്രിപ്ചേഴ്സ് മതഗ്രന്ഥങ്ങള് വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നുണ്ടാവും. ദർ റുട്ടീൻ ഓൾസോ ഇൻക്ലൂഡഡ് ഫീഡിംഗ് വില്ലേജ് ഡോഗ്സ് ഓൺ ദർ വേ ബാക്ക് ഹോം. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ആ ഒരു യാത്രയില് സ്ട്രേ ഡോഗ്സിന് തെരുവ് നായികൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ശീലവും അവരുടെ റൊട്ടീന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ലൈഫ് ഇൻ ദ വില്ലേജ്. സോ നെക്സ്റ്റ് ട്രാൻസിഷൻ ടു ദ സിറ്റി ആണ്. ദാറ്റ് മീൻസ് ദേ ആർ മൂവ് ടു സിറ്റി. അവിടെ വരുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് അടുത്ത ഒരു സെഷനിൽ അടുത്ത ഫേസിൽ പറയുന്നത്. വെൻ ദേ മൂവ് ടു ദ സിറ്റി ടു ജോയിൻ ഹിസ് പാരന്റ്സ്, their close knit bond began to wane. അവരുടെ ആ തിക്കായിട്ടുള്ള ബോണ്ട് കുറച്ച് അയവുള്ളതായി മാറുകയാണ്. The author attended an English medium school and his grandmother could no longer accompany him. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് കുട്ടിയെ മാറ്റുന്നു, കുഷൻ സിംഗിനെ മാറ്റുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് മദറിന് അവനെ കൊണ്ടുവിടേണ്ടതായിട്ടുള്ള സാഹചര്യമില്ല. She disapproved of subjects like science and music. അവർക്കുള്ള ഡിസപ്രൂവൽ അവർ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. സയൻസും മ്യൂസിക്കും ഒന്നും കുട്ടികൾക്ക് സ്ക്രിപ്ചേഴ്സ് ഒക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഗ്രാൻഡ് മദറിനുള്ളത്. ഫീലിംഗ് ഡിസ്കണക്റ്റഡ് ഫ്രം ഹിസ് ന്യൂ എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ്. മുമ്പൊക്കെ പാഠഭാഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഗ്രാൻഡ് മദർ ഷീ യൂസ് ടു ടീച്ച് ഹിം, ബട്ട് നൗ അവർക്ക് അതൊന്നും സാധിക്കുന്നില്ല. സോ ഒരു ഡിസ്കണക്ഷൻ അവിടെ തന്നെ സംഭവിക്കുന്നു. ഓൾദോ ദേ ഷെയർഡ് എ റൂം, ദെയർ ഇന്ററാക്ഷൻ ബിക്കേം ലിമിറ്റഡ്. അവർ ഒരുമിച്ച് ഒരു മുറിയിലായിരുന്നെങ്കിൽ കൂടെ അവരുടെ ഇന്ററാക്ഷൻ, അവരുടെ കമ്മ്യൂണിക്കേഷൻ ശരിക്കും ലിമിറ്റഡ് ആയി മാറുന്നു. സോ ദ തേർഡ് ഫേസ് എന്ന് പറയുന്നത് ഫർദർ ഡിസ്റ്റൻസിങ് ആണ്. കുറച്ചും കൂടി ഒരു അകലം വരുന്നത് എപ്പോഴാണ് എന്ന് പറയുന്നുണ്ട്. ആസ് ദി ഓതർ അഡ്വാൻസ് ടു യൂണിവേഴ്സിറ്റി, സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് സ്കൂൾ എഡ്യൂക്കേഷൻ ഹി മൂവ് ടു യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയിലേക്ക് പഠനം പുരോഗമിക്കുമ്പോൾ ഹി വാസ് allotted a separate room. ഒരു സെപ്പറേറ്റ് റൂം ഒക്കെ നമ്മുടെ കുഷൻ സിംഗിന് പാരന്റ്സ് കൊടുക്കുന്നു. ലീഡിങ് ടു എ ഫർദർ ഡിക്ലൈൻ ഇൻ ദെയർ കമ്പാനിയൻഷിപ്പ്. അവരുടെ കമ്പാനിയൻഷിപ്പിൽ വീണ്ടും ഒരു ഡിക്ലൈൻ, ഒരു മുറിവ് സംഭവിക്കുകയാണ്. ദ ഗ്രാൻഡ് മദർ ഇമേഴ്സ്ഡ് ഹെർസെൽഫ് ഇൻ പ്രേയേഴ്സ് ആൻഡ് സ്പിന്നിങ് ദ വീൽ. ചർക്കയിൽ നൂല് നൂൽക്കുന്നതിലും പ്രാർത്ഥനയിലും ഒക്കെ മാത്രമായി ഷീ ഇമേഴ്സ്ഡ് ഹെർസെൽഫ്. അവരെ തന്നെ മുഴുകി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ഹർ ഡെയിലി ജോയ് വാസ് ഫീഡിംഗ് ദി സ്പാരോസ് വിച്ച് വുഡ് ഗ്യാദർ അറൌണ്ട് ഹർ ഇൻ ദി കോർട്ട്യാർഡ്. കോർട്ട്യാർഡില് നടുമുറ്റത്ത് ഒത്തുകൂടുന്ന ഒരുപാട് സ്പാരോസിന്, ഒരുപാട് കുരുവികൾക്ക് ഫീഡ് ചെയ്യുന്നതായി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സന്തോഷമുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത്. തേർഡ് ഫേസ് കഴിയുമ്പോൾ കുറച്ചും കൂടി ഡിസ്റ്റൻസ് ആവുന്നു, അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു വലിയ ഡിസ്റ്റൻസ് ഉണ്ടാവുന്നു. സോ ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഓതേഴ്സ് ഡിപ്പാർച്ചർ ആൻഡ് ഗ്രാൻഡ് മദേഴ്സ് ഡിമൈസ്. സോ ബിഫോർ ദ ഓതർ ലെഫ്റ്റ് ഫോർ ഹയർ സ്റ്റഡീസ് എബ്രോഡ്, ഹയർ സ്റ്റഡീസിന് വേണ്ടി അദ്ദേഹം എബ്രോഡാണ് പോകുന്നത്, വിദേശത്തേക്ക് പോകുന്നു. ദ ഗ്രാൻഡ് മദർ റിമൈൻഡ് സ്റ്റോയിക്. സ്റ്റോയിക് മീൻസ് വളരെ സംയമനത്തോടെയാണ് അവർ പെരുമാറിയിരുന്നത്. എക്സ്പ്രസിങ് നോ ഇമോഷൻസ്. ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സെന്റിമെന്റൽ ഡ്രാമാസ് ഒന്നും അവര് ചെയ്യുന്നില്ല. അപ്പോൺ ഹിസ് റിട്ടേൺ ആഫ്റ്റർ 5 years, ഒരു ലോങ് 5 yearsന്റെ ഗ്യാപ്പ് വരുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഷീ ജോയ്ഫുള്ളി സെലിബ്രേറ്റഡ് ബൈ സിംഗിങ് ആൻഡ് പ്ലേയിങ് ദ ഡ്രം വിത്ത് നെയ്ബറിംഗ് വിമൻ. എ ഡിപ്പാർച്ചർ ഫ്രം ഹർ യൂഷ്വൽ റുട്ടീൻ. നീണ്ട 5 വർഷത്തിന് ശേഷം കൊച്ചുമകൻ വീട്ടിലേക്ക് വന്നതിന്റെ സന്തോഷത്തിന് പാട്ടുപാടിയും ഡ്രമ്മിൽ തട്ടിയും ഒക്കെ ഗ്രാൻഡ് മദർ അവരുടെ സാധാരണ റുട്ടീനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിതം ആ ഒരു ദിവസം വളരെ വ്യത്യസ്തമായിട്ട് അവർ കൊണ്ടുപോയി. ഷോർട്ട്ലി ആഫ്റ്റർ, അതിനുശേഷം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ, ദ വെരി നെക്സ്റ്റ് മോർണിംഗ്, ഷീ ഫെൽ ഇൽ. അവർക്ക് അസുഖം ബാധിക്കുന്നു. സെൻസിങ് ഹെർ എൻഡ് ആൻഡ് ഷീ സെൻസിങ് ദാറ്റ് ഇറ്റ് വാസ് ഹെർ എൻഡ്. അവസാന നിമിഷങ്ങളാണ് കടന്നു പോകുന്നതെന്ന് ഗ്രാൻഡ് മദർ റിയലൈസ് ചെയ്യുകയാണ്. ഡിവോട്ടഡ് ഹെർ ഫൈനൽ മൊമെന്റ്സ് ടു പ്രേയർ. അവസാന നിമിഷമാണ്, പ്രാർത്ഥനയിൽ മുഴുകണം എന്നവര് തീരുമാനിക്കുന്നു. ആൻഡ് ഷീ പാസ്ഡ് അവേ പീസ്ഫുള്ളി. വളരെ സമാധാനത്തോടു കൂടിയാണ് അവർ മരണത്തിന് കീഴ്പ്പെടുന്നത്. ആൻഡ് ഇൻ എ ടച്ചിങ് ട്രിബ്യൂട്ട്, തൗസൻഡ്സ് ഓഫ് സ്പാരോസ്, അവർക്കൊരു ട്രിബ്യൂട്ട് കൊടുക്കുന്നത് പോലെ അവിടെ തൗസൻഡ്സ് ഓഫ് സ്പാരോസ്
they gathered around her lifeless body. അവരുടെ ചേതനയറ്റ ആ ശരീരത്തിന് ചുറ്റും ആയിരക്കണക്കിന് കുരുവികൾ നിരന്നു ആൻഡ് സൈലന്റ്ലി മോർണിംഗ് ഹർ ഡെത്ത്. ആ ഡെത്തിന് ഒരു സൈലന്റ് മോർണിംഗ്, എന്താ വിലപിക്കുക എന്നൊക്കെ പറയും മോർണിംഗിന്. ആ ഒരു എന്താ സങ്കടം അവര് സൈലന്റ് ആയിട്ട് ഒരു ചെറിയ ചെറിയ ശബ്ദം പോലും സ്പാരോസ് പുറപ്പെടുവിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ ഓതർ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. സോ ഇത്രയുമാണ് നമ്മുടെ കഥയുടെ ഒരു സമ്മറി, അല്ലെങ്കിൽ ദ ഡിഫറെന്റ് ഫേസസ് ദാറ്റ് വി ആർ ഗോയിങ് ത്രൂ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഗ്രാൻഡ് മദർ ആണ്. ഒട്ടും തന്നെ ഡിലേ വരുത്താതെ പറഞ്ഞു പോകാം. ഗ്രാൻഡ് മദറിന്റെ ക്യാരക്ടർ സ്കെച്ച് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഗ്രാൻഡ് മദറിന്റെ ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഒരു റിവ്യൂഷറി ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് വായിച്ച് പറയാം. ദ ഗ്രാൻഡ് മദർ ഈസ് പോർട്രേഡ്. പോർട്രേഡ് മീൻസ് ചിത്രീകരിക്കുക അല്ലെങ്കിൽ വരച്ചു കാട്ടുക എന്നൊക്കെയാണ്. ആസ് എ സിമ്പിൾ ഓഫ് സെറനിറ്റി. സെറനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് വാസ് ക്വയറ്റ്, വളരെ ശാന്തതയാണ്. അവരെ കാണുമ്പോൾ തന്നെ അവരുടെ ആ ഒരു അപ്പിയറൻസ് ഒരു ശാന്തതയാണ് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി ടു വാട്ട് ബൗൺസ് ബാക്ക്, എന്തിനേയും അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു പവറാണ്, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ആ സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ കാണിക്കുന്ന ഒരു ഫീച്ചറാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. എന്തിനേയും അഡാപ്റ്റ് ചെയ്യുന്ന, സിറ്റിയിലാണെങ്കിലും വില്ലേജിലാണെങ്കിലും അവർ ഹാപ്പി ആയിട്ട് ജീവിതം ജീവിച്ചു തീർക്കുന്നതാണ് നമ്മൾ കഥയിലുടനീളം കാണുന്നത്. സോ റെസിലിയൻസ് ആൻഡ് അൺവേവറിംഗ് ഫെയ്ത്ത്. റിലീജിയസ് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്ന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അവരുടെ അവസാന നിമിഷം വരെ, കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ അവരുടെ റോസറി, അവര് ജപമാല ജപിക്കുന്നതും പ്രാർത്ഥനയിൽ മുഴുകിയ അവരുടെ ചുണ്ടുകളും ഒക്കെ നമ്മുടെ കഥാകൃത്ത് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫിസിക്കലി ഷി വാസ് ഷോർട്ട്. ഇനി ഫിസിക്കൽ ഫീച്ചേഴ്സ് കഥ തുടക്കത്തിൽ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഷി വാസ് ഷോർട്ട്, ഹൈറ്റ് കുറഞ്ഞിട്ട്, സ്ലൈറ്റ്ലി ബെൻഡ്, ചെറിയൊരു കൂനൊക്കെ ആയിട്ട്, വിത്ത് എ വ്രിങ്കിൾഡ് ഫേസ്, കുറച്ച് ചുളിവുകളോടുകൂടിയ മുഖത്തോടുകൂടെ, ആൻഡ് സിൽവർ ഹെയർ, നരച്ച മുടിയോടുകൂടെ ഉള്ള നമ്മുടെ കുഷൻ സിംഗിന്റെ ഗ്രാൻഡ് മദർ. ഷി ഓൾവേസ് ഡ്രസ്ഡ് ഇൻ സ്പോട്ട്ലെസ് വൈറ്റ് ക്ലോത്ത്സ്. അവരൊരു വിഡോ ആണെന്ന് നമ്മൾ കഥയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പോട്ട്ലെസ് വൈറ്റ്, ഒരു ചെറിയ കുത്തുപോലും ഇല്ലാത്ത വെള്ള കളർ സാരി ആയിരുന്നു അവർ ധരിച്ചിരുന്നത്. ഹെർ ലൈഫ് വാസ് ഡീപ്ലി റൂട്ടഡ് ഇൻ സ്പിരിച്വാലിറ്റി. ഒരു ആത്മീയതയിൽ മുഴുകിയ ഒരു ജീവിതമായിരുന്നു അവരുടെ ഇത്. ഷീ സ്പെൻഡ് ഹെർ ഡേയ്സ് ഇൻ കോൺസ്റ്റന്റ് പ്രെയർ ആൻഡ് റിലീജിയസ് റിച്വൽസ്. റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നു അവരുടെ ജീവിതം ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത്. ഷീ ലവ്ഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. അത് നമ്മുടെ കഥയുടെ വില്ലേജ് ലൈഫിലാണെങ്കിലും സിറ്റി ലൈഫിലാണെങ്കിലും ഷീ ലവ്സ് ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ് എന്നൊക്കെ ഉള്ളത് നമുക്ക് കഥയിൽ നിന്ന് മനസ്സിലാക്കാം. Her kindness extended beyond her family, as seen in her daily routine of feeding animals. First the village dogs and later the sparrows in the city. കഥയുടെ തുടക്കത്തിൽ ചൈൽഡ്ഹുഡ് പറയുമ്പോൾ, ഖുശ്വന്ത് സിംഗിന്റെ ചൈൽഡ്ഹുഡ് പറയുമ്പോൾ വില്ലേജ് ഡോഗ്സിനെ, സ്ട്രേ ഡോഗ്സിനെ ഫീഡ് ചെയ്യുന്ന ഗ്രാൻഡ് മദറിനെ നമുക്ക് കാണാം. തുടർന്ന് സിറ്റിയിലേക്ക് മൂവ് ആവുമ്പോൾ അവർ സ്പാരോസിനെ അവിടെ ഫീഡ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഡിസ്പൈറ്റ് ദ ജനറേഷണൽ ആൻഡ് ഐഡിയോളജിക്കൽ. തലമുറ വ്യത്യാസമുണ്ട് അല്ലെ, ഖുശ്വന്ത് സിംഗിന്റെയും ഗ്രാൻഡ് മദറിന്റെയും തലമുറകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ ജനറേഷണൽ ആയിട്ടുള്ള ഐഡിയോളജിക്കൽ മീൻസ് ആശയപരമായിട്ടുള്ള ഡിഫറൻസസ് ഒക്കെ ദാറ്റ് എമേർജ്ഡ് ആസ് ദി ഓതർ ഗ്രൂ ആൻഡ് എംബ്രേസ്ഡ് മോഡേൺ എഡ്യൂക്കേഷൻ. മോഡേൺ എഡ്യൂക്കേഷനെ പുൽകുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഐഡിയോളജീസ് വ്യത്യസ്തപ്പെടുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഷീ റിമെയിൻഡ്, ഇങ്ങനെയൊക്കെ ആയിട്ടും ഷീ റിമെയിൻഡ് എ പില്ലർ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ട്രഡീഷൻ. അവര് ഖുശ്വന്ത് സിംഗിന്റെ ഒരു ട്രഡീഷന്റെയും സ്ട്രെങ്തിന്റെയും ഒക്കെ ഒരു പില്ലറായി തന്നെ തുടർന്നു, അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു നെടുത്തൂണ് പോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് മദറിനെ നമുക്ക് ഉടനീളം കഥയുടെ ബിഗിനിങ് ടു ദ എൻഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഷീ വാസ് നോട്ട് സെന്റിമെന്റൽ ആൻഡ് ഓവർ ഇമോഷണൽ. അവരൊട്ടും തന്നെ സെന്റിമെന്റൽ അല്ല, ഇമോഷണലി വീക്ക് അല്ല എന്നൊക്കെ നമ്മുടെ കഥയുടെ അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരു ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് മദർ ആസ് സച്ച് നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ പഠിക്കാൻ എളുപ്പം ആ രീതിയിൽ നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, സോ ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 2 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ പോർട്രേറ്റ് ഓഫ് എ ലേഡി
കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നതിന് യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ ദി ഓഡ് വേ ഇൻ വിച്ച് ദ ഓതേഴ്സ് ഗ്രാൻഡ് മദർ ബിഹേവ്ഡ് ജസ്റ്റ് ബിഫോർ ഷീ ഡൈഡ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണിത്. ചോദ്യം ഇതാണ്, അവർ അവസാന നിമിഷങ്ങൾ, ഗ്രാൻഡ് മദർ അവസാന നിമിഷങ്ങൾ ബിഹേവ് ചെയ്തത് ഒരു ഓഡ് വേയിലാണ്. ഒട്ടും തന്നെ അവരുടെ റുട്ടീനിന്റെ ഭാഗമായിട്ടുള്ള രീതിയിലായിരുന്നില്ല, തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു. അതെന്തായിരുന്നു, അങ്ങനെ ഏത് രീതിയിലാണ് അവര് അവസാന നിമിഷങ്ങൾ ബിഹേവ് ചെയ്തതെന്നാണ് ചോദ്യം. ഷി ഡിഡ്ന്റ് പ്രേ ദ ഈവനിങ് ബിഫോർ ഡൈയിങ്. മരിക്കുന്നതിന് തൊട്ട് മുന്നുള്ള ഈവനിങ് അവർ പ്രാർത്ഥിച്ചതേയില്ല. ഷീ കളക്ടഡ് ദി women from the neighborhood and started singing Homecoming of the Warriors, thumping on drum. ഡ്രമ്മിൽ അടിച്ച് ധീരയോദ്ധാക്കൾ യുദ്ധഭൂമിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ പാടുന്ന പാട്ടൊക്കെ, ദാറ്റ് ഈസ് ഹോം കമ്മിങ് ഓഫ് ദി വാരിയേഴ്സ്, അത് പാടി നെയ്ബർഹുഡിലുള്ള സ്ത്രീകളെയൊക്കെ വിളിച്ചുകൂട്ടി ആ പാട്ടൊക്കെ പാടി ഡ്രമ്മൊക്കെ അടിച്ചാണ് അവർ ആ കഴിഞ്ഞ ഈവനിങ് ചെലവഴിച്ചത്. ദ നെക്സ്റ്റ് മോർണിംഗ് when she fell ill, she said her end was near. തൊട്ടടുത്ത ദിവസം അവർക്ക് അസുഖം ബാധിക്കുമ്പോൾ അവര് തന്നെ പറയുന്നുണ്ട് her end was near എന്നുള്ളത്. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് പ്രേയിങ് പീസ്ഫുള്ളി. വളരെ സമാധാനത്തോടെ പ്രാർത്ഥിക്കുന്ന ലേഡി, ഗ്രാൻഡ് മദറിനെ നമുക്ക് കാണാൻ പറ്റും. വൈ ലേയിങ് ഓൺ ഹർ ബെഡ്, കട്ടിലിൽ കിടന്ന് സമാധാനത്തോടെ പ്രാർത്ഥിക്കുന്ന ഗ്രാൻഡ് മദറിനെ നമുക്ക് കാണാം. ഷീ റിഫ്യൂസ് ടു ടോക്ക് ടു എനി വൺ ഡ്യൂറിങ് ഹെർ ലാസ്റ്റ് അവേഴ്സ്. എന്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കിനി ആരോടും ഒന്നും സംസാരിക്കാനില്ല. ദർ ഇസ് നത്തിങ് ടു സ്പീക്ക്, അല്ലെങ്കിൽ നത്തിങ് ടു ടോക്ക് ടു എനി വൺ എന്ന് ഗ്രാൻഡ് മദർ തന്നെ ഫാമിലി മെമ്പേഴ്സിനോട് ഷെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതി ആൻസർ എഴുതാനായിട്ട് സാധിക്കും. മാർക്ക് ഗെയിൻ ചെയ്യാനും പറ്റണം. ഓക്കെ, സോ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് വാസ് ഗ്രാൻഡ് മദേഴ്സ് ഫേവറേറ്റ് പാസ് ടൈം ഡ്യൂറിംഗ് ദി ഹാപ്പിയസ്റ്റ് ഹാഫ് അവർ ഓഫ് ദ ഡേ എന്നുള്ളത്. അവരുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ മണിക്കൂറുകൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഫോർ കുഷ്വന്ത് സിംഗ്സ് ഗ്രാൻഡ് മദർ there was no other pastime and happier activity than that of feeding the sparrows in the afternoon. ഞാനിവിടെ ഫീഡിംഗ് ദി സ്പാരോസ് ഇൻ ദി ആഫ്റ്റർനൂൺ എന്നുള്ളത് റെഡിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഈ ഒരു പാസ്റ്റ് ടൈം എന്താണെന്ന് ചോദിക്കുമ്പോൾ സെന്റൻസ് ആയിട്ട് കംപ്ലീറ്റ് എഴുതാൻ അറിയാൻ വയ്യാത്ത ഒരാൾക്ക് ഫീഡിംഗ് ദി സ്പാരോസ് ഇൻ ദി ആഫ്റ്റർനൂൺ എന്നുള്ള ആ ഒരു കീ പോയിന്റ്സ് എങ്കിലും ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഴുതാം അവിടെ. ഓക്കെ, നിങ്ങൾ അത് ചെയ്യും, അത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ആൻഡ് ദ സ്പാരോസ് കുഡ് ബി സീൻ പേഴ്ച്ച്ഡ് ഓൺ ഹർ. നമുക്ക് ആ സ്പാരോസിനെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കിളികളൊക്കെ വന്ന്, അവരുടെ കുരുവികളൊക്കെ വന്ന് അവരുടെ ദേഹത്ത്, തലയിലും ഷോൾഡറിലും കാലിലും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന കാണാൻ പറ്റുന്നത്. ബട്ട് ഷി വെ നെവർ ഷൂഡ് അവേ ബൈ ഹർ. ഇറ്റ് വാസ്, ആ ബേർഡ്സിനെ ഒരിക്കലും അവര് പറത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതാണ് ആ പാസ്റ്റ് ടൈമിന്റെതും ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഹൗ ഡിഡ് ദി ഗ്രാൻഡ് മദർ സ്പെൻഡ് ഹെർ ഡേ വെൻ ഷി വാസ് അലോൺ? ഒറ്റയ്ക്കുള്ള സമയങ്ങൾ അവർ എങ്ങനെയായിരുന്നു അവരുടെ സമയം ചെലവഴിച്ചെന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം, ഷി വുഡ് സ്പെൻഡ് ഹെർ ഡേ അറ്റ് ദ സ്പിന്നിങ് വീൽ. അവരവരുടെ ചർക്കയിൽ ഇങ്ങനെ കംപ്ലീറ്റ് മുഴുവൻ സമയവും ഇങ്ങനെ ചർക്കയിൽ നൂല് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സീൻ നമ്മള് കഥയുടെ ഒരു മിഡ് ആവുമ്പോഴത്തേക്കും, പകുതി ആവുമ്പോഴത്തേക്കൊക്കെ കാണാൻ സാധിക്കും. റിസൈറ്റിംഗ് പ്രേയേഴ്സ്, പ്രാർത്ഥനയിൽ മുഴുകി, ആൻഡ് ഫീഡിങ് സ്പാരോസ്, സ്പാരോസിനെ ഫീഡ് ചെയ്തും ഒക്കെയാണ് അവരവരുടെ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്. സോ അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ പേജ് നമ്പർ 61 പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉള്ളത്. അതിൽ ആക്ടിവിറ്റി സെഷനിൽ പോകുമ്പോൾ 67 ആക്ടിവിറ്റി നമ്പർ 4 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. 2023 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അപ്പോ ഇങ്ങനെ ഒരു ഒബീഷ്യറി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. +1 +2 എക്സാംസിന്, സാക്ഷരതയുടെ അല്ലെങ്കിൽ ഈക്വലൻസി എക്സാമിന് ഒബീഷ്യറി അവർക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്, ക്വസ്റ്റ്യൻ മേക്കേഴ്സിന് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോ ചിലപ്പോൾ ഒരു ഫേമസ് പേഴ്സണാലിറ്റിയുടെ ഒബീഷ്യറി എഴുതാൻ ചോദിച്ചേക്കാം. അല്ലാത്ത പക്ഷം ഇതുപോലെ ടെക്സ്റ്റൽ ആക്ടിവിറ്റി ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവുന്നതുമാണ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലൂടെ ഒന്ന് കടന്നു പോവുക. കുഷ്വന്ത് സിംഗ്സ് ഫാമിലി ഡിസൈഡ്സ് ടു പബ്ലിഷ് an obituary in the newspaper to announce the death of grandmother. Prepare the obituary. ഒരു ചരമ വാർത്ത തയ്യാറാക്കാനാണ് ചോദ്യം. നമ്മുടെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ അമ്മയോ
അങ്ങനെ വൈഫൊക്കെ മരിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ വാർത്ത വരുന്നത്. അല്ലാതെ തന്നെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന്റെ മരണ വാർത്ത ഏറ്റവും പ്രധാന വാർത്തയായിട്ട് തന്നെ ന്യൂസ് പേപ്പേഴ്സിൽ നമ്മൾ കാണാറുണ്ട്. സോ അത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ ഹിൻസ് ആയിട്ട് പറയുന്നുണ്ട് ടൈറ്റിൽ ഉണ്ടാവണം, ഫോട്ടോ ഉണ്ടാവണം, നെയിം, ഏജ്, മെസ്സേജ്, പ്ലേസ്, ഡേറ്റ്, ഇതെല്ലാം ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ് എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഒരു കോളം വരച്ച് എഴുതുക, ഒരു പേര് ഇമാജിനറി ഒരു നെയിം ആൻഡ് ഡെത്ത് ബർത്ത് ഇയറും പാസ്റ്റ് അവേ എന്നുള്ള ആ ഒരു വർഷവും ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. സോ ജസ്റ്റ് ആ ഒരു 4 മാർക്കിന് വേണ്ടിയിട്ട് ഇത്രയും കണ്ടന്റ് ആവശ്യമേ ഉള്ളൂ. ഖുശ്വന്ത് സിംഗ്സ് ഗ്രാൻഡ് മദർ ലക്ഷ്മി ദേവി പാസ്റ്റ് അവേ എന്നുള്ള ഫ്രേസൽ വെർബ് കഴിഞ്ഞിട്ട് ഓൺ നമ്മുടെ ഡേറ്റിനും ഡേയ്ക്കും മുന്നിൽ ഓൺ ആണ് എഴുതുക പ്രിപ്പോസിഷൻ ആയിട്ട്. ഓൺ ട്യൂസ്ഡേ ഫെബ്രുവരി 20, 1953 ഷി വാസ് 92. 92 വയസ്സായിരുന്നു. ഷീ സർവൈവ്ഡ് ബൈ ഹർ സൺ. അവരുടെ മകനോടൊപ്പമായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്, ഡോട്ടർ ഇൻ ലോ ആൻഡ് ഗ്രാൻഡ് സൺ. She was resting at home following old age ailments. വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു. ആൻഡ് ഷി വാസ് എ ബോൾഡ് ലവിങ് ആൻഡ് റിലീജിയസ് പേഴ്സൺ. അവരൊരു ബോൾഡ് ആയിട്ടുള്ള ലവിങ് ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. നമുക്ക് ഈ ഷി വാസ് ബോൾഡ് ലവിങ് ആൻഡ് റിലീജിയസ് പേഴ്സൺ എന്നുള്ളത് ക്യാരക്ടർ സ്കെച്ചിൽ കൂടെ ഉൾപ്പെടുത്താവുന്ന ഒരു വരിയാണ്. ഷി വാസ് ഷോർട്ട്, ഫാറ്റ് ആൻഡ് സ്ലൈറ്റ്ലി ബെൻഡ്. ഷി ലവ്ഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. So, cremation will be held on Sunday at 10 a.m. at Public Cemetery, Punjab. പബ്ലിക് സെമിട്രിയിൽ അവരുടെ ക്രിമേഷൻ നടക്കുന്നതായിരിക്കും. പബ്ലിക് ഹോമേജ് വിൽ ബി പെയ്ഡ് അറ്റ് ഹെർ റെസിഡൻസ് ഫ്രം 7 a.m. to 9 a.m. അപ്പോ പൊതുദർശനത്തിന് 7 മണി തൊട്ട് 9 മണി വരെ അവർക്ക് അവരുടെ റെസിഡൻസിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പബ്ലിക് ഹോമേജും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ഒബീഷറി എഴുതാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ എഴുതി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 1-2 തവണ വായിച്ചു നോക്കി തനിയെ അത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഒബീഷറി ഒക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. 2023 തന്നെ, അതായത് റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് വരെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഡു യു തിങ്ക് ദ ഗ്രാൻഡ് മദർ വാസ് എ സ്ട്രോങ് വിമൻ ആൻഡ് വൈ? ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഇത്രയുമെങ്കിലും നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. അവസാനം നമുക്കൊരു ഒപ്പീനിയൻ പറയാനുള്ള ചോദ്യമാണ്. നിങ്ങൾ ഗ്രാൻഡ് മദറിനെ ഒരു സ്ട്രോങ് വിമൻ ആയിട്ട് കാണുന്നുണ്ടോ, ആൻഡ് വൈ എന്നുള്ളതാണ് ചോദ്യം. യെസ്, ഷീ വാസ് എ സ്ട്രോങ് വുമൻ. ഷീ ഹാഡ് ഹെർ ഓൺ കൺസെപ്റ്റ്സ് റിഗാർഡിംഗ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനെ കുറിച്ചാണെങ്കിലും അവർക്കൊരു കൃത്യമായ ഒരു ഹെർ ഓൺ ഒപ്പീനിയൻ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് വാസ് അൺചേഞ്ചിങ്. അത് അൺചേഞ്ചിങ് ആണ് അല്ലെ, ഒരു മാറ്റവുമില്ല. ഗ്രാൻഡ് സൺ പറഞ്ഞാലും മകൻ പറഞ്ഞാലും ഒന്നും മാറ്റമില്ലാത്ത എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. ഷീ ഡിസ്റിഗാർഡഡ് ദ എഡ്യൂക്കേഷൻ ദാറ്റ് ദ നറേറ്റർ ഗോട്ട് ഫ്രം ദ ഇംഗ്ലീഷ് സ്കൂൾ. ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ എഡ്യൂക്കേഷനോട് അവർക്ക് ഡിസപ്രൂവൽ ആയിരുന്നു, ഡിസ്റിഗാർഡഡ് ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഷീ ഓപ്പൺലി സെഡ് ഹർ ഡിസ്ലൈക്കിംഗ് ടുവേർഡ്സ് ലേണിംഗ് മ്യൂസിക്. മ്യൂസിക് ഒക്കെ സാധാരണ നല്ല ജനറൽ ഫോക്കിന്റെ ഒരു തട്ടകമല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഓതർ പറയുന്നുണ്ട് കഥയില്. അപ്പൊ അത് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ആൻഡ് ഷീ വാസ് റെഡി ടു അക്സെപ്റ്റ് റിയാലിറ്റീസ് ഓഫ് ലൈഫ് ലൈക്ക് സെക്ലൂഷൻ ആൻഡ് ഡെത്ത്. നമ്മൾ റെസിലിയൻസ് എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ എന്തിനേയും നേരിടാനുള്ള ഒരു പവർ ഉണ്ടെന്ന്, സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ ആണ് കാണിക്കുന്നതെന്ന്. സെക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഏകാന്തതയെന്നാണ്. അതുപോലെ മരണവും ഏകാന്തതയും ഒക്കെ സ്വീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. ഷി വാസ് നോട്ട് അറ്റ് ഓൾ സെന്റിമെന്റൽ ആസ് വി സോ ഇറ്റ് when she sends her grandson abroad. ഗ്രാൻഡ്സൺ എബ്രോഡ് പോകുന്ന സമയത്ത് ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒന്നും തന്നെ പ്രകടിപ്പിക്കുന്നില്ല, കരയുന്നില്ല. വളരെ ബോൾഡ് ആയിട്ട് നിൽക്കുന്ന ഗ്രാൻഡ് മദറിനെ നമുക്ക് കാണാൻ സാധിക്കും. ഷി വാസ് ബോൾഡ് ഇനഫ് ടു റിസീവ് ദ അൾട്ടിമേറ്റ് ഫേറ്റ്. അൾട്ടിമേറ്റ് ഫേറ്റ് മീൻസ് ഡെത്ത്. ഡെത്തിനെ സ്വീകരിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു ബോൾഡ് ആയിട്ടുള്ള ലവിങ് ആയിട്ടുള്ള ഗ്രാൻഡ് മദറിനെ നമുക്ക് കഥയിൽ ഉടനീളം കാണാൻ സാധിക്കും. സോ ഖുശ്വന്ത് സിംഗിന്റെ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത്, പോർട്രേറ്റ് ഓഫ് എ ലേഡിയെ ബേസ് ചെയ്തിട്ട് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം, എല്ലാം മനസ്സിലാവണം. സമ്മറി ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അത് ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒബീഷ്വറിയും ക്യാരക്ടർ സ്കെച്ചും ഒക്കെയാണ് നിങ്ങൾ ഫോക്കസ് കൊടുത്ത് എംഫസൈസ് കൊടുത്ത് പഠിക്കേണ്ടത്. കൃത്യമായി പഠിക്കുക എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ, ഇത് നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആ ഒരു രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുക, പഠിക്കുക. സോ ഹാപ്പി ലേണിംഗ്.
താങ്ക് യു ഫോർ വാച്ചിങ്.